ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. യേശുദമ്പുരാൻ പറഞ്ഞു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, ദരിദ്രന്മാർ ഭാഗ്യവാന്മാർ, വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ദോഷം നിരൂപിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് തോന്നാം, ഇതൊക്കെയാണോ ഭാഗ്യം എന്ന്. എന്നാൽ യേശുദമ്പുരാൻ പറഞ്ഞത്, എന്തെല്ലാം കാര്യങ്ങളിലാണോ നിങ്ങൾക്ക് വിടുതൽ ആവശ്യമായിട്ടുള്ളത് അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ്. നമ്മളെപ്പോലെ തന്നെ പണത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്ന സക്കായിയുടെ ഭവനത്തിൽ ഒരു ദിവസം യേശുദമ്പുരാൻ കടന്നു വന്നു. യേശുദമ്പുരാനും ശിഷ്യന്മാരും ആ ഭവനത്തിൽ എത്തിയപ്പോൾ ഒരാൾ പോലും ഒരിക്കൽ പോലും കയറി ചെല്ലുവാൻ ആഗ്രഹിക്കാത്ത ആ ഭവനത്തിൽ അന്ന് വരെ ഇല്ലാതിരുന്നതായ ഒരു വലിയ സന്തോഷം അലതല്ലി. സക്കായി ചാടി എഴുന്നേറ്റു. അവൻ പറഞ്ഞു, കർത്താവേ, ഇതുപോലെ സന്തോഷം അനുഭവിച്ച് എനിക്ക് ജീവിക്കണം. 5-6 കാശിനു വേണ്ടി ഞാൻ ആളുകളെ എല്ലാം വിരോധികളാക്കി മാറ്റി. ഇനി എനിക്ക് പണം വേണ്ട, എനിക്ക് മനുഷ്യന് മതി, മനുഷ്യരുടെ കൂട്ടായ്മ മതി. യേശുദമ്പുരാൻ അവൻ്റെ വീട്ടിൽ വന്നപ്പോൾ, അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവന് ഒരു മാറ്റമുണ്ടാവുകയാണ്. അവൻ യേശുദമ്പുരാനും ശിഷ്യന്മാരും ആ ഭവനത്തിൽ വന്നപ്പോൾ ഉണ്ടായതായ ആ കൂട്ടായ്മ എന്താണെന്നും കൂട്ടായ്മയുടെ സന്തോഷം എന്താണെന്നും തിരിച്ചറിഞ്ഞു. എഫേസ്യർ 5-ാം അധ്യായം 8-9 തിരുവചനങ്ങൾ, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടപ്പിൻ. വെളിവിൻ തട്ടിൽ വസിക്കുന്നവനെ നമുക്ക് സ്വീകരിക്കാം. വെളിച്ചമുള്ള മക്കളായി ജീവിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.